ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. അങ്ങനെ കേട്ടറ്റിന്റെ എക്സാം വന്നിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ 10 ദിവസം കൊണ്ട് കേട്ടറ്റ് കാറ്റഗറിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ 10 ദിവസം കൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 3യിലെ സൈക്കോളജിയിലെ 40 മാർക്കിൽ ഒരു 32 മാർക്കോളം മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണ് ഞാൻ സെറ്റാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൊതുവെ കേട്ടിട്ട് കാറ്റഗറിക്കാര് ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാല് നിങ്ങളുടെ കോർ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. ഓക്കെ, പക്ഷെ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സിലബസിൽ 150 മാർക്കിനാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക. അതിൽ 40 മാർക്ക് നിങ്ങളുടെ സൈക്കോളജിയാണ്. പ്ലസ് നിങ്ങൾ എഴുതേണ്ട ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ ഒന്നെങ്കിൽ മലയാളം എടുത്തെഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്. 80 മാർക്കിനാണ് കോർ സബ്ജക്റ്റ് വരിക. എന്നിരുന്നാലും അതിൽ 50 മാർക്കിനെ നിങ്ങളുടെ ഡിഗ്രി തലത്തിലും PG തലത്തിലുമുള്ള കണ്ടന്റുകൾ, കോർ കണ്ടന്റുകൾ പഠിക്കാനുള്ളൂ. നിങ്ങളൊരു സോഷ്യൽ സയൻസ് അധ്യാപകനാണെങ്കിൽ സോഷ്യൽ സയൻസ് മേഖലയിൽ നിന്ന് 50 മാർക്കിനെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ബാക്കിയുള്ള 30 മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജിക്കൽ ഏരിയയാണ്. അത് ഓർത്തു വെക്കുക കേട്ടോ. ഒരു കാരണവശാലും കോർ സബ്ജക്റ്റ് മാത്രം കേന്ദ്രയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കരുത്. പണി 8ന്റെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സൈക്കോളജിയും നമ്മുടെ ലാംഗ്വേജും പ്ലസ് കോർ സബ്ജക്റ്റും കൂടെ പഠിച്ചാൽ, അതിലെ പെഡഗോജിയും കൂടെ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ K3 സ്റ്റഡി പ്ലാനിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊന്നുകൂടെ പറയാം. 40 മാർക്കിന് സൈക്കോളജിയാണ് വരുന്നത്. അതിൽ അഡോളസെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞാലും അഡോളസെന്റ് നമുക്ക് ആകെ പഠിക്കാൻ നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഡെവലപ്മെന്റൽ തിയറീസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിൽ നിന്ന് എല്ലാ വർഷവും എല്ലാ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ്. ദെൻ പിയാഷെ, ബ്രൂണർ, എറിക്സൺ, ഫ്രോയിഡ്, കോൾബർഗ്, ഈ 5 പേരുടെ തിയറി പഠിക്കാനുണ്ട്. ഡെവലപ്മെന്റൽ തിയറി പഠിക്കാനുണ്ട്. പിന്നെ അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ ലേണിംഗ് തിയറീസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, മോട്ടിവേഷൻ, ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി. ദെൻ ലേണിംഗ് തിയറീസ് ആണ്. 11 ലേണിംഗ് തിയറി അതിനകത്ത് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ KCF, NCF, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിനെ വരുള്ളൂ. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആകെ പഠിക്കാൻ 40 മാർക്കിന്റെ സൈക്കോളജി ഏരിയ. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് ഏതാണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും, ഇതിൽ 20 മാർക്കിന് മാത്രമേ നിങ്ങളുടെ ഗ്രമാറ്റിക്കൽ പോർഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉൾപ്പെടെയുള്ള ഗ്രമാറ്റിക്കൽ പോർഷനിൽ നിന്ന് 20 മാർക്കിനെ വരികയുള്ളൂ. പ്ലസ് ഇതിലെ 10 മാർക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അതിന്റെ പെഡഗോജിക്കൽ ഏരിയയാണ് ചോദിക്കുക. അതുകൂടാതെ ഇനി വരുന്നത് 80 മാർക്ക് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്. ഈ 80 മാർക്കിന്റെ കോർ സബ്ജക്റ്റിനെ ഞാൻ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. 50 മാർക്കിന് മാത്രമേ നിങ്ങളുടെ സബ്ജക്ട് ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കുകയുള്ളൂ. പ്ലസ് ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജിക്കൽ ഏരിയ. അപ്പൊ ഈ സൈക്കോളജി ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു 10-15 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഉള്ളത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം. നിങ്ങളുടെ ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനെ സംബന്ധിച്ചുണ്ട്, ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് മക്കോമാർക്ക് ആൻഡ് യാജർ ടാക്സോണമി. നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്നത് ബ്ലൂംസ് ടാക്സോണമി ആണ്. പക്ഷെ അവരെ സംബന്ധിച്ച് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനുള്ള മക്കോമാർക്കിന്റെയും യാജറിന്റെയും ടാക്സോണമി പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് അധ്യാപകരെ സംബന്ധിച്ച് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് സോഷ്യൽ സയൻസ്, അതിനകത്ത് സോഴ്സ് മെത്തേഡ് ഉണ്ട്, പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് സർവേ മെത്തേഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു രൂപരേഖ, ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് മാർക്കിന്റെ. ഇനി നമ്മൾ കടക്കുകയാണ് ഡേ 1. അഡോളസെന്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡോളസെന്റിൽ ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ചില സൈക്കോളജിസ്റ്റുകൾ, ഇപ്പൊ നമുക്കറിയാം സ്റ്റാൻലി ഹോളിംഗ് വർത്ത് നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ, ഡെഫിനിഷൻസ്, അത് ചോദിക്കാറുള്ളതാണ്. പഠിച്ചു വെക്കുക. ദെൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻസ്, പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ്, നീഡ്സ് ഓഫ് അഡോളസെൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇതൊന്നും കാണാതെ പഠിക്കാനുള്ളതില്ല, വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ള സംഗതിയുള്ളൂ. ഡേ 1 ഞാൻ അഡോളസെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡോളസെൻസിന്റെ പ്രത്യേകത, പ്രോബ്ലംസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ നേച്ചർ ഒക്കെ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും.
1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നോട്ട് എഴുതിയെടുക്കേണ്ട സോഴ്സ് എന്താണ്? നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ, BEdന്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, വായിച്ചു പഠിക്കുക, അതേ ഉള്ളൂ. പിന്നെ ഒന്നും മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുക. പൊതുവെ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്ലാസ്സസും ഒരുപാട് അല്ലാത്തതും ഒക്കെ കിടന്ന് നമ്മളിങ്ങനെ സമയം പോകുന്ന അറിയില്ല യൂട്യൂബിലേക്ക് പോയാൽ. സോ ഈ ഒരു സമയം നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് ആണ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1ാമത്തെ ദിവസം 1.5 മണിക്കൂർ കൊണ്ട് അഡോളസൻസ് നമ്മൾ പഠിച്ചു. 2ാമത്തെ ദിവസത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തു. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട്. റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുണ്ട്. അപ്പൊ ഡേ 2 പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണം. ഇത് ഏകദേശം ഒരു 10ഓളം പോയിന്റുകളാണുള്ളത്. അത് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെക്കാനുള്ളതാണ്. നെക്സ്റ്റ് റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് വായിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് ഒരുപാട് അങ്ങനെ നമ്മൾ എഫേർട്ട് എടുക്കാനില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. ഇത് രണ്ടുമാണ് അന്നത്തെ ദിവസം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഡേ 2. ഇത് ഏകദേശം എന്ന് പറയുന്നത് ഒരു 1 അവർ, ഹാഫ് ആൻ അവറോ അല്ലെ 3/4 മണിക്കൂറോ മതി. എന്നാലും ഞാനൊരു 1 അവർ, ടോട്ടൽ നമുക്ക് 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം 2 ദിവസമായിട്ട്. 3ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ തിയറിയിൽ പിയാഷെയുടെയും ബ്രൂണറുടെയും ആണ് പോകുന്നത്. ഓക്കെ, പിയാഷെയുടെയും ബ്രൂണറുടെയും ഡെവലപ്മെന്റൽ തിയറി. ഇതിൽ 4 ഘട്ടങ്ങൾ, ഇതിൽ 3 ഘട്ടങ്ങളായിട്ട് പഠിച്ചു വയ്ക്കുക. അതിന് ഇങ്ങനെ വലിച്ചു വാരി പഠിക്കാതെ സെൻസറി മോട്ടോർ സ്റ്റേജ്, സ്പെഷ്യാലിറ്റി ഓർ ഫീച്ചർ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫീച്ചേഴ്സ് ആൻഡ് ഏജും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ബ്രൂണറുടെ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ഡേ 4 പോകുമ്പോൾ ഡെവലപ്മെന്റൽ തിയറിയിൽ തന്നെ എറിക്സൺ, ഫ്രോയിഡ്, കോൾബർഗ്. എറിക്സന്റെ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി നമുക്ക് പഠിക്കണം. ദെൻ ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇത് ഏകദേശം ഓരോന്നിനും ഒരു ഹാഫ് ആൻ അവർ വീതം കൊടുക്കുകയാണെങ്കിൽ പോലും 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ് ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഡേ 5 നമ്മൾ പോകുമ്പോൾ ലേണിംഗ് എന്ന കൺസെപ്റ്റില്, ലേണിംഗ് എന്നാൽ എന്ത്, വാട്ട് ഈസ് ലേണിംഗ്, അതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫാക്ടേഴ്സ്, അതിനകത്താണ് ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോയിന്റുകളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്, വാട്ട് ഈസ് ദാറ്റ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ് ഡേ 5. ഇതിനെല്ലാം കൂടെ അങ്ങേറ്റം ഒരു 1 അവർ എടുക്കുക, ചെലവാക്കുക. നോട്ട് കയ്യിൽ വേണം. നോട്ട് എഴുതി വെച്ച് പഠിക്കേണ്ട, പകരം നോട്ട് ഉണ്ടെങ്കിൽ അത് ലെക്ചർ നോട്ടായിട്ടൊന്ന് സിമ്പിൾ നോട്ടായിട്ട് എഴുതി വെച്ച് പഠിച്ചാൽ മതി. ഡേ 6 കടക്കുമ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ പഠിക്കാൻ പ്രധാനമായിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് സമയം വേണം. കാരണം പേരുകൾ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലൂമിനേഷൻ, വെരിഫിക്കേഷൻ, പിന്നെ മിന്നസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ബേക്കർ മേദീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ആ ടെസ്റ്റിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. അതിന് നമുക്കൊരു 20 മിനിറ്റ് എഴുതി പഠിക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് നമുക്കൊരു 10 മിനിറ്റ് മതി. കാരണം വായിച്ചു പഠിക്കാനുള്ളതേ ഉള്ളൂ, അങ്ങനെ എഴുതി പഠിക്കാനുള്ളതൊന്നുമില്ല. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, ഡെലിക്വന്റ് സ്റ്റുഡൻസ്, MR സ്റ്റുഡൻസ്, ഇങ്ങനെ പല വിഭാഗത്തിൽ പെടുന്നവരെയാണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ നമുക്ക് പഠിച്ചിരിക്കാനുള്ളത്. ഇതിനെല്ലാം കൂടെ ഏകദേശം നമുക്കൊരു 1 അവർ എടുത്താൽ മതിയാവും. അത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. ഡേ 7 പോകുമ്പോൾ ലേണിംഗ് തിയറി. ഇന്ന തിയറിന്ന് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, K3-കാരെ സംബന്ധിച്ച് K1-നും K2-നും പഠിക്കേണ്ട രീതിയിൽ ഒരുപാട് ഡെപ്തിൽ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ഈ 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നിങ്ങളിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് ഡെപ്തിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഒരുപാട് ഉള്ളിലേക്ക് ഇപ്പൊ K1-നോ LP UPക്കോ K2-കാർക്കോ ഒക്കെ ചോദിക്കുന്ന രീതിയിലൊന്നും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. സോ ഇവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. 11ഓളം ലേണിംഗ് തിയറി പഠിക്കാനുണ്ട്. പാവലോവിന്റെ പഠിക്കാനുണ്ട്. പാവലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. ഒരു ചെറിയ നോട്ട്, നിങ്ങളുടെ നോട്ട് ഉണ്ടല്ലോ, BEdന്റെ നോട്ട് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് പഠിക്കുക. സ്കിന്നർ, പിയാഷെ, ബ്രൂണർ, ഒസുബെല്, കർട്ട് ലെവിന്. അടുത്ത ദിവസം ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം അത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഉചിതം പോലെ, ചിലർക്ക് ഒത്തിരി സ്പീഡ് ഉണ്ടായിരിക്കാം, ചിലർ ഭയങ്കര സ്ലോ ആയിരിക്കാം. കർട്ട് ലെവിന്, പിന്നെ ദെൻ ഗാഗനെയുണ്ട്, പിന്നെ കൊഹ്ലർ, വൈഗോട്സ്കി,
ഇത്രയും പേരുടെ തിയറിയാണ് പഠിക്കാനുള്ളത്. പല ദിവസങ്ങളെ പോയിന്റുകൾ മാത്രം എഴുതി വെച്ച് ഷോർട്ടായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, മിസ് ലേണിംഗ് തിയറി ഒന്ന് എടുത്തു തരാമോ, അല്ലെങ്കിൽ ലേണിംഗ് തിയറിയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ എന്നുള്ളത് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ദിവസത്തേനാകുമ്പോഴേക്കും ഞാൻ ആ ലേണിംഗ് തിയറിയുടെ ക്വസ്റ്റ്യൻസുമായിട്ട് യൂട്യൂബിലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് ഇടാം, ലൈവിലും വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അത് അങ്ങനെ എന്റെ സപ്പോർട്ടോട് കൂടി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഡേ 9 പോകുമ്പോൾ റിവിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എല്ലാം ഒന്ന് ലേണിംഗ് തിയറി മാത്രമല്ല, എല്ലാം ഒന്ന് ഓൾ ടുഗദർ ആയിട്ട് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്യുക. ഡേ 10 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് NCF, KCF, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഇതാണ് അതിൽ മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അല്ലാതെ ബാക്കിയുള്ള സംഗതികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് ആ ദിവസം തന്നെ ഇതെല്ലാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റ് തീർക്കാം. കാരണം ഇതിനകത്ത് നിന്ന് ആകെ തിയററ്റിക്കൽ ആയിട്ട് ചോദിക്കുന്നത് KCF, NCF, RT ആക്ട് ആണ്. ബാക്കി എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ് വരിക. അപ്പൊ ഇത്രയുമാണ് 10 ദിവസം കൊണ്ട് തീർക്കേണ്ടത്. അതിൽ ഒരു ദിവസം 9ാമത്തെ ദിവസം ഞാൻ റിവിഷൻ ഇട്ടു. ഇൻ കേസ് ലേണിംഗ് തിയറി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിവിഷൻ ഡേ എടുത്തിട്ട് ലേണിംഗ് തിയറി ബാക്കി തീർക്കുക. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10ാം ദിവസം. എന്തായാലും 10 ദിവസം കൊണ്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നാളെ മുതൽ ആരംഭിക്കുക. അപ്പൊ അതായത് അഡോളസെൻസിന് നോട്ട് ഉള്ളവർ ഇന്ന് തന്നെ ആരംഭിക്കുക, അല്ലാത്തവർ ആ നോട്ട് സംഘടിപ്പിച്ചിട്ട് നാളെ തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് 10ാമത്തെ ദിവസം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. അപ്പൊ ഞാനും കൂടെ നിങ്ങളെ യൂട്യൂബ് ത്രൂ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെ ഏകദേശം ഒരു 30+ മാർക്ക് മേടിക്കാനായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ ഡിയേഴ്സ്, അപ്പം വളരെ നല്ല ഒരു ടൈം ടേബിൾ ആണ്. K3യെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഈ 36 ദിവസത്തിനുള്ളിൽ നമുക്ക് 10 ദിവസം കൊണ്ട് തീർക്കാനും ബാക്കിയുള്ള ദിവസങ്ങളെ റിവിഷൻ ചെയ്യാനും പറ്റുന്ന ഒരു ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ട് താഴെ കമന്റ് ഇടുക. ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിലോ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലോ താഴെ കമന്റ് ആയിട്ട് പറയുക. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.